എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻമീഡിയാവിഷൻ്റെ ട്രാവൽ ബ്ലോഗിൻ്റെ ഒരു എപ്പിസോഡാണ്. നമ്മൾ നല്ല മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് എല്ലാവർക്കും നല്ല കടലയും കപ്പലണ്ടിയൊക്കെ കുറിച്ചിരിക്കുന്ന പോലെ നല്ല ചൂട് പലഹാരങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ്, മഴയാണ്, എല്ലാവർക്കും പണിയൊന്നുമില്ല. എങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി ചായയൊക്കെ കടിയും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഏതായാലും നമ്മളിന്ന് കാണുന്നത് കാഴ്ച കൊല്ലം ജില്ലയിലെ ഓയൂരിൽ നിന്നാണ്. ഓയൂരിൽ നമ്മുടെ ഓയൂർ ജംഗ്ഷൻ തൊട്ടിപ്പുറം, അതായത് തൈക്കാവിലോട്ട് പോകുന്ന വഴിക്ക് സമയമുള്ള സംസം എന്ന് പറയുന്ന അഷറിൻ്റെ ഹോട്ടലിലെ സംഭവമാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുന്നത് ഈ ഇരിക്കുന്ന സാധനം നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. പാൽബൺ എന്ന് പറയും. അങ്ങനെ കുറേ പ്രത്യേക ചേരുവകളും മുട്ടയും അങ്ങനെ എല്ലാം ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ പരുവമാക്കി വെച്ചിട്ട് നല്ല കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് തോന്നില്ല. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴച്ചെന്നോ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാൻ മാവ് കുഴച്ചോ അത് കണ്ട് ഇതാണ്. ഇത് നല്ല തിളച്ച എണ്ണയിലും കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ രീതിയൊക്കെ മാറും. കുറേ സമയം 4 മണിക്കൂറൊക്കെ മാവ് കുഴച്ച് പരുവാക്കി വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല മാർദ്ദവം കിട്ടും. പിന്നെ ഒത്തിരി നല്ല ചേരുവകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഒരുപാട് ഇതുപോലെയുള്ള നല്ല പൊരിപ്പുണ്ടാക്കുന്നുണ്ട്. നല്ല എണ്ണപ്പലഹാരങ്ങൾ കഴിക്കാൻ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ഒരു കടയാണ് സംസം ഹോട്ടൽ. അതിൽ ആ ഹോട്ടലിൻ്റെ സമീപത്ത് ചായ കുടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ചുറ്റും വന്നിരിക്കുകയാണ്. കാരണം ഇതിന് ഒരു ടൈമിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമായ സാധനമാണ് ഇവിടുത്തെ നമ്മുടെ സുഖിയനും. ഏറ്റവും ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പാൽബണ്ണ്. ഇവിടുത്തെ പാൽബണ്ണ് ഭയങ്കര മാർക്കറ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ പാൽബണ്ണ് കഴിക്കാം. ഇവിടെ കേക്കൊക്കെ പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ പാൽബണ്ണ് തന്നെ പ്രത്യേക രീതിയിൽ മാവൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് കുറേ ഐറ്റംസ് ഇത് ചേർത്ത് വെച്ച് 4 മണിക്കൂർ വെച്ച് അപ്പോൾ അതൊരു സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത്രയും സമയമെടുക്കും. നല്ല ടേസ്റ്റിയാണ്. ഇത് തന്നെ ഒരു എണ്ണയിൽ തന്നെ കിടന്നിട്ട് കുറേ സമയം ഇത് കിടന്ന് ഒരു കളറായി വരും. ആ സമയത്ത് കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് അതിനകത്തൊക്കെ വെന്ത് വരണം. ഇതൊന്ന് വെന്ത് ആ ഒരു നല്ല ടേസ്റ്റി ആകുന്ന സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് പരുവാകുന്നത്. ഇതിങ്ങനെ ഇപ്പം നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. നല്ല മണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്നിടത്തൊക്കെ നല്ല മണമായിരിക്കും. നല്ല രീതിയിൽ ഉണ്ടാക്കുന്നവർ, നല്ല ടേസ്റ്റി ഉണ്ടാക്കുന്നവരുടെ പലഹാരക്കടയിൽ നിന്നാൽ മണം തന്നെ അടിക്കും. ഏതായാലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം. മഴക്കാലത്ത് ആൾക്കാർ വണ്ടി വിളിച്ച് ഇവിടെ ഈ പാൽബണ്ണ് മേടിക്കാൻ തന്നെ, ഇവിടുത്തെ പല ഐറ്റങ്ങളും മേടിക്കാൻ പറ്റുമെങ്കിലും പാൽബണ്ണാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പാൽബണ്ണാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ട് കഴിക്കാൻ കൂടി വന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കൊച്ചു കടകളിൽ നല്ല ഐറ്റങ്ങൾ നമ്മുടെ ചെറിയ വിലയ്ക്ക് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നല്ല രുചികരമായ പാൽബൺ ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലാണ് സംസം. ഏതായാലും ആ സംസം ഹോട്ടലിലെ ഒരു തൈക്കാവിലോട്ട് ജംഗ്ഷന് തൊട്ട് മുന്നോട്ട് വരുമ്പോൾ തൈക്കാവിലോട്ട് ഇറങ്ങുന്നതിന് സൈഡിൽ റോഡ് സൈഡിൽ കാണുന്ന കടയാണ്. പാൽബണ്ണൊക്കെ നല്ല എണ്ണയിൽ കിടന്ന് തിളച്ച് മൂത്ത് കൊണ്ടുവരും. കളറൊക്കെ മാറി, മാവ് ഇട്ട മാവിൻ്റെ ആ ഒരു രൂപമൊക്കെ മാറി വേറെ ലെവലിലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല പശുവിൻ പാൽ ചേർത്ത ചായയും കടയിൽ നിന്ന് കിട്ടും. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോടെ വരുന്നത്. കവർ പാൽ ഉപയോഗിക്കാത്ത കടയാണ്. പശുവിൻ പാലാണ്, വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പശുവിൻ പാൽ ഉപയോഗിച്ചുള്ള ചായ കുടിക്കുന്ന കടയാണ്. ചായക്കും നല്ല കച്ചവടമാണ്. നല്ല മഴക്കാലത്ത് ആളുകൾ വണ്ടിക്കകത്തൊക്കെ വന്ന് ഇഷ്ടംപോലെ ഇവിടുത്തെ പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല പൊരുപ്പ് കിട്ടുന്ന കടയാണ് ഇവിടുത്തെ സംസം ഹോട്ടൽ. അതിൽ നല്ല തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആളുകൾ ധാരാളമായിട്ട് വരുന്നു. ഇഷ്ടംപോലെ കഴിക്കുകയും ചായയോടൊപ്പം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാഴ്സൽ ധാരാളം ഉണ്ട്. ഇപ്പം നമ്മുടെ പൊരുപ്പിൽ പാൽബണ്ണൊക്കെ ഒരു കളർ വ്യത്യാസം വന്ന് എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്, കപ്പൽ പൊങ്ങി കിടക്കുകയാണ്. അത്രയ്ക്ക് നല്ല മണം അടിക്കുന്നുണ്ട്. കാരണം ഒരു ചേരുവയൊക്കെ കറക്റ്റായി നല്ല രുചിയായ ഒരു പലഹാരമാണെങ്കിൽ മാത്രമേ ഇത്ര നല്ല മണം അടിക്കൂ. അപ്പോൾ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട്. എണ്ണയ്ക്ക് തിളച്ച് കിടക്കുകയാണ്. അത് കുറേ നേരം എണ്ണയിൽ ഇങ്ങനെ ഇട്ടതിൽ സെറ്റാവണമെന്നാണ് പറയുന്നത്. അപ്പം കണ്ട അത് എടുത്ത് ആളുകളൊക്കെ വരുന്നു, മേടിക്കുന്നു. ഇപ്പോൾ പാൽബണ്ണ് ശരിയാക്കി വെച്ചിട്ട് കഴിക്കാനൊക്കെ ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. പാൽബണ്ണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. നല്ല ടേസ്റ്റിയാണ്. ഏതായാലും ആൾക്കാരൊക്കെ ധാരാളം വന്ന് പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വരുന്നവരൊക്കെ ഓയിൽ വരുമ്പോൾ ഓയിൽ ജംഗ്ഷൻ തൊട്ടിപ്പുറമുള്ള ചേച്ചിമാരൊക്കെ വന്ന് ഇപ്പോണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇവിടുന്ന് പാൽബണ്ണൊക്കെ കഴിക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. കണ്ടല്ലേ, ഇപ്പം പാൽബണ്ണ് വീണ്ടും ഒരു ലെവലിലെത്തിയിരിക്കുന്നു. നല്ല തിളച്ച് മറിച്ച എണ്ണയിൽ ഇങ്ങനെ ചുവന്ന് നല്ല പരുവത്തിന് കിടക്കണം. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മണമാണ്. അതായത് ഇതിനകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇത്രയും മണം അടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മണം വരും. ചായ കുടിക്കുന്നുണ്ട്, പാൽ ചായയാണ്. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ഒരു ചായക്കടയാണ് ഇത്. നമ്മുടെ ഓയിൽ ജംഗ്ഷൻ തൊട്ടിപ്പുറം. ഏതായാലും
അവിടുത്തെ കാഴ്ചകളാണ് ഞങ്ങൾ ഗ്രീൻ മീഡിയ ചാനൽ വഴി നമ്മുടെ പ്രേക്ഷകർക്കാർ കാണിക്കും. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല പലഹാരങ്ങളുടെ കാഴ്ചകളുമായിട്ട് ഇനി ഞങ്ങൾ വരും. ഞങ്ങളുടെ ട്രാവൽ ബ്ലോഗിനിടയ്ക്ക് ഞങ്ങൾ അപൂർവമായി കാണുന്ന ചില കാഴ്ചകളാണ്. യാത്രാ ചാനൽ എന്ന രീതിയിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പലഹാര കാഴ്ചകളും ഇനി നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ അടുത്ത സ്ഥലമായ ഓയൂർ എന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ പാൽബൺ ഉണ്ടാക്കുന്നത്. പാൽബണ്ണൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ചേരുവകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. തിളച്ച് എണ്ണയിൽ നല്ല ചൊവ ആയിട്ടുണ്ട്. നമ്മുടെ പാൽബണ്ണ് നല്ല പരുവമായി നല്ല മണമൊക്കെ അടിച്ച് നല്ല മൊരായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എടുത്ത് വെച്ച് കുറച്ച് എണ്ണ വാർന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ആർക്ക് വേണമെങ്കിലും പിടിച്ചുകൊണ്ട് കഴിക്കാൻ കണ്ടല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ടേസ്റ്റി സാധനമാണ്. അപ്പോൾ ഓരോന്ന് എണ്ണയൊക്കെ വാർന്നിട്ട് വെക്കുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങി പെട്ടെന്ന് തീരും. പാൽബണ്ണിന് വീണ്ടും ഇടാൻ പോവുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മലയാളികൾക്ക് എന്ന് ഈ ആഹാരം ഇങ്ങനെയുള്ള പാചകങ്ങളൊക്കെ തേടി പിടിച്ച് കണ്ട് പോയി മേടിച്ച് കഴിക്കുന്നൊരു സംഭവമുണ്ട്. അതുപോലെയാണ് ഈ ഒരു കാഴ്ച. അതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽബണ്ണും മറ്റുള്ള എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. ഞങ്ങൾ ഇന്ന് പാൽബണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഇതുപോലെയുള്ള ഈ കടയിൽ വേറെ ഒരുപാട് ഐറ്റം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും പാൽബൺ വിശേഷങ്ങൾ എല്ലാവരും വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽബണ്ണ് മേടിക്കണം, കഴിക്കണം, കുട്ടികൾ കൊണ്ട് കൊടുക്കണം. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ട വിഭവങ്ങളാണ് പൊരിപ്പ്. അതുപോലെ തന്നെ എന്ത് വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ പോയി കഴിക്കും. അതുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കുന്ന ഒരു നല്ല ഒരു കാഴ്ച, പാൽബണ്ണിൻ്റെ കാഴ്ച. ഒരുപാട് ചേച്ചിമാരൊക്കെ വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പാഴ്സൽ മേടിക്കുന്നുണ്ട്. അങ്ങനെ നാടൻ പശുവിൻ പാലും ഉപയോഗിച്ചുള്ള ചായയും നല്ല പൊരിപ്പുമൊക്കെ കഴിക്കാം സംസം ഹോട്ടലിൽ ഓയൂരാണ്. ഏതായാലും ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ, ഭക്ഷണക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വ്യത്യസ്തമായ ചില ഭക്ഷണക്കാഴ്ചകൾ അടുത്ത ഒരുപാട് എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രീൻ മീഡിയ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് ഒരു മഴക്കാല കാഴ്ചയിൽ മഴക്കാലത്ത് ആസ്വദിച്ച് കഴിക്കുവാനുള്ള ഒരു ആഹാരം എന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്, ഒരു പലഹാരം. അപ്പോൾ ഏതായാലും പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് മണമടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇനി കണ്ണാടി അലമാരിയിലോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വാങ്ങി മൊത്തം കൊണ്ടുപോകും. അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ്, ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ പാഴ്സലാണ് വന്നപ്പോഴേ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ കടയിലുണ്ട്. ഇനി അടുത്ത നല്ല സുഹിയനൊക്കെ ഉണ്ടാക്കുന്ന കേക്കും സുഹിയനും ഒക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും ഗ്രീൻ മീഡിയ ചാനൽ വഴി നമ്മുടെ പ്രേക്ഷകരിലെത്തും. ഏതായാലും സംസം ഹോട്ടൽ മറക്കരുത്. ഓയിരെത്തിയാൽ അവിടെ നിന്ന് നല്ല ചായയും നല്ല പൊരിപ്പുമൊക്കെ കഴിച്ച് പോകാം. നല്ലൊരു കടയാണ്, നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാം ഉണ്ടാക്കുന്നൊരു കടയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ നല്ലൊരു പലഹാരക്കടയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഗ്രീൻ മീഡിയ ഈ എപ്പിസോഡിൽ ഇന്നത്തെ പാൽബണ്ണിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല കാഴ്ചകളുമായി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.